ആ ബ്ലേഡ് ആര് കൊണ്ടുവന്നാന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും പോലീസുകാരുടെ കയ്യിൽ ലാത്തിയിരിക്കുമ്പോൾ ബ്ലേഡ് കൂടെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഈ ബ്ലേഡ് ആരാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കണ്ടെത്തും. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആര് കൊണ്ടുവന്നാലും അത് ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. ആരാണ് ബ്ലേഡ് കൊണ്ടിരുന്നത്? സമരത്തിന് വരുന്ന ആളുകൾ എന്തിനാണ് ഈ ബ്ലേഡ് കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. പോലീസിനേതായാലും അവരുടെ കയ്യിൽ ലാത്തും തോക്കും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അവർ ബ്ലേഡ് കൊണ്ടിരുന്നത്? അപ്പൊ അത് വളരെ തെറ്റായ ഒരു സമര രീതിയാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളുമൊക്കെ വിദ്യാർത്ഥി രംഗത്തൂടെ കടന്നു വന്ന ഞങ്ങളൊരു ബ്ലേഡും കൊണ്ടുവന്നിട്ടില്ല സമരത്തിന് പോകുമ്പോൾ. അല്ല, പിന്നെ ആരാ ബ്ലേഡ് കൊണ്ടുവന്നത്? പോലീസാണോ? പോലീസിന് ബ്ലേഡിന് ആവശ്യമില്ലെന്നേ. ലാത്തിയും തോക്കും ഒക്കെ ഉണ്ടല്ലോ കയ്യില്. അത് ശരിയല്ല, അത് അംഗീകരിക്കില്ല കേട്ടോ. അത് സമരമാർഗമല്ല. ആ സമരമാർഗത്തെ അംഗീകരിക്കില്ല. നൂറുകണക്കിന് ബ്ലേഡ് കൊണ്ടുവന്നിട്ട് പോലീസുകാരെ വരയുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്യുന്ന നടപടി ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല. ഞങ്ങളത് കണ്ടുപിടിക്കുകയാണ് ആരാണ് ബ്ലേഡ് കൊണ്ടുവന്നത്. അങ്ങനെയുള്ളവരെ ഞങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട. ഇതൊരു പുതിയ രീതിയാണല്ലോ കാണുന്നത്. ബ്ലേഡും കൊണ്ട് വന്ന് സമരം ചെയ്യുക, എന്നിട്ട് പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുക. പറഞ്ഞത് പാലിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ബ്ലേഡ് കൊണ്ടുവന്നവരെ പൂട്ടിയിട്ടുണ്ട് ചെന്നിത്തലയുടെ പോലീസ്. കേരളം ഇതുവരെ കാണാത്ത ക്രൂരമായ ഒരു സമരമുറയായിരുന്നു SFI പ്രയോഗിച്ചത്. സാധാരണ കല്ലും വടിയുമൊക്കെ കാണാറുള്ള സമരവേദിയിൽ കണ്ടത് നൂറുകണക്കിന് ബ്ലേഡുകളായിരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ലക്ഷ്യമിട്ട് അവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ SFI പ്രവർത്തകർ ആസൂത്രിതമായി കരുതിക്കൂട്ടിക്കൊണ്ടുവന്ന സമരമാരകായുധമാണ് ഈ ബ്ലേഡുകളെന്ന് അന്നേ പോലീസ് ആരോപിച്ചിരുന്നു. ചെന്നിത്തല അന്നേ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നവർ ആരാണെങ്കിലും പൂട്ടുമെന്ന്. ചെന്നിത്തല വാക്കുപാലിച്ചിരിക്കുകയാണ്. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദനെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന നന്ദനെ വൻ പോലീസ് സന്നാഹം വളഞ്ഞുവെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പാർട്ടി കോട്ടയ്ക്ക് തൊട്ടു മുന്നിൽ വെച്ചുണ്ടായ ഈ മിന്നൽ അറസ്റ്റ് CPMന് വലിയ രാഷ്ട്രീയ ആഘാതമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളായ പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവരടക്കം കണ്ടാലറിയാവുന്ന 100ഓളം SFI പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് നിലവിൽ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ED കേസുകൾ പോലെ തന്നെ പാർട്ടിയെയും വിദ്യാർത്ഥി സംഘടനയെയും വരിഞ്ഞു മുറുക്കുന്ന കടുത്ത വകുപ്പുകളാണ് പുതിയ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നതിനാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖ നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് സൂചന. IHRT ഫീസ് വർധനവയ്ക്കെതിരെ കഴിഞ്ഞ ജൂലൈ 24-ന് SFI സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചാണ് വൻ സംഘർഷത്തിലും ഒടുവിൽ ചരിത്രത്തിലാദ്യമായി ബ്ലേഡ് ആക്രമണമെന്ന ഗുരുതര ആരോപണത്തിലും കലാശിച്ചത്. കേസിൽ പ്രതിയായ ജില്ലാ സെക്രട്ടറി നന്ദൻ ഒളിവിൽ പോകാതെ പാർട്ടി ഓഫീസിനുള്ളിൽ അഭയം തേടിയിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ നന്ദനെ നേരത്തെ തന്നെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാത്തുനിന്ന കന്റോൺമെന്റ് പോലീസ് സംഘം നിമിഷങ്ങൾക്കകം ജീപ്പിലേക്ക് കയറ്റുകയായിരുന്നു. പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് ജില്ലയിലെ പ്രധാന നേതാവിനെ തന്നെ പിടികൂടാൻ പോലീസ് കാണിച്ച ആർജവത്തിന് കൈയടിക്കേണ്ടത് തന്നെയാണ്. സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ED കേസുകൾ പാർട്ടിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയെങ്കിൽ പോലീസുകാരെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചെന്ന കേസ് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. സമരമുഖങ്ങളിൽ മാരകായുധങ്ങളുമായി SFI ഇറങ്ങുന്നു എന്ന ഭരണപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് പോലീസിന്റെ നിലവിലെ കണ്ടെത്തലുകൾ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ നിലപാടും പോലീസിന്റെ ഈ മിന്നൽ നീക്കവും സർക്കാരിന് രാഷ്ട്രീയമായി വലിയൊരു ആയുധമാണ് നൽകിയിരിക്കുന്നത്.